ഇന്ദിരാ കാരണ്ടി. ആ ഒരു ഇന്ദിരാ കാരണ്ടിയിൽ നമുക്ക് പ്രഖ്യാപിച്ച ഒരു ഗംഭീരമായ സംഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യ ഇൻഷുറൻസ് ആയിരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഇതാ കാണുക. ആരോഗ്യ ഇൻഷുറൻസ് എത്രയാ? ഒരു വീട്ടിലേക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അതും അന്തരിച്ചു പോയ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ആരോഗ്യ ഇൻഷുറൻസ്. നമ്മുടെ ഈ പറയുന്ന ഇന്നലെ പ്രഖ്യാപിച്ച ആ ഒരു ബജറ്റില് എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? എത്ര രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്? 10 കോടി രൂപ മാത്രം. 10 കോടി ഉലുവ എന്നൊക്കെ പറയേണ്ടി വരും. വെറും 10 കോടി ഉലുവയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ഒരു 10 കോടി ഉലുവ കൊണ്ട് എത്ര പേർക്കാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 10 കോടി എന്ന് പറയുന്നത് കേരളത്തിലെ 90 ലക്ഷം കുടുംബങ്ങൾക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുത്താൽ ഒരു വീട്ടുകാർക്ക് കിട്ടുക 11 ഉറുപ്പ്യാണ്. എന്തായാലും 11 ഉറുപ്പ്യം കാണാനില്ല. ഇപ്പോൾ വെറും 11 ഉറുപ്പ്യ കിട്ടുക. 11 ഉറുപ്പ്യക്ക് എവിടെ നിന്നാണോ നമുക്ക് നല്ല ചികിത്സ കിട്ടാൻ പോകുന്നത്? വെറും 11 ഉറുപ്പ്യക്ക് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക? എവിടുന്ന ഇൻഷുറൻസ്? 11 ഉറുപ്പ്യയുടെ ഇൻഷുറൻസ് ആഘോഷിച്ചോളി എന്നുള്ളതാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം, നിങ്ങൾ ഈ പറയുന്നില്ല വല്ല കാര്യമുണ്ടോ ആശാനെ? അപ്പൊ അദ്ദേഹം പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്, കേട്ടോ കൂട്ടാ. എവിടെ? അതല്ലല്ലോ, ഇതാണ് ഇവിടെ. അയ്യോ, തെറ്റിപ്പോയി. ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരാട്ടാ. വാക്കാണല്ലോ പ്രധാനം. വാക്കേ മതി, അത് മതി. കാരണം അതിന്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. ശരിയാണ്, വലിയൊരു ഇൻഷുറൻസ് സ്കീമാണ്. അതെ. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ. നമ്മുടെ വയനാട് 100 ആളുകൾക്ക് 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. 100 കുടുംബങ്ങൾക്ക് വീട്. അങ്ങനെ ഇവര് ഏകദേശം ഒരു 9 ലക്ഷം രൂപ, 9 കോടി രൂപ, 9 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എന്തിനു വേണ്ടി ചെലവഴിച്ചേ? 10 ലക്ഷം രൂപ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ച ഇവർ 10 കോടി രൂപ കൊണ്ട് DPR ഉണ്ടാക്കും. പിന്നെ ബാക്കി എന്ത് ചെയ്യും? ഒരു പിടുത്തം ഉണ്ടാവില്ല. ഈ 5 വർഷം കഴിയുന്നത് വരെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. നോക്കൂ, നമ്മുടെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിദ്ദീഖിനോട് ചോദിക്കുന്ന പോലെയാണ്. ഒരു അന്തും കുന്തം കിട്ടില്ല, ഒരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, ഈ 10 കോടി കൊണ്ട് എത്ര കുടുംബങ്ങൾക്ക് ആണ് നിങ്ങൾ ഈ ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്നത് എന്ന് വെച്ചപ്പോൾ ഇത് ഇൻഷുറൻസ് തുകയല്ല, ഇത് DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രാഥമിക കണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി. കേരളത്തിന്റെ ആളുകൾ എത്ര പേർക്ക് കൊടുക്കണമെന്നുള്ള പ്രാഥമിക കണക്കുണ്ടാക്കാൻ വേണ്ടി 10 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കൊള്ളാം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാവുന്നത്. സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ? അപ്പൊ പാവപ്പെട്ടവന്റെ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിന്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പൊ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പൊ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം. ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലേ? അതിനു വേണ്ടിയിട്ടാണ് 10 കോടി രൂപ, അല്ലാതെ പദ്ധതി നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടല്ല. എത്ര പേർക്ക് കൊടുക്കേണ്ടി വരും, എങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും, ഏതൊക്കെ രീതിയിൽ കൊടുക്കേണ്ടി വരും, ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കണക്കെടുക്കാൻ വേണ്ടി മാത്രമാണ് 10 കോടി ചെലവഴിച്ചത്. നമ്മുടെ വയനാട് വീട് കൊടുക്കാന്ന് പറഞ്ഞ് ഇവന്മാര് ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 10 കോടി രൂപ മാറ്റി വെച്ച പോലെ പിരിച്ച പണം മുഴുവൻ മുക്കിയിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പറമ്പട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു പക്ഷെ ഫുട്ബോൾ ഒരു ഇത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ ഇതുവരെയായിട്ടും അവരിപ്പോ 10 ദിവസം കഴിഞ്ഞ് തറക്കടലിടും. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് രേഖ കിട്ടാണ്ടെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ടി സിദ്ദീഖ്, അദ്ദേഹം ആകെ ഭ്രാന്തായിപ്പോയി.
കാരണം ഇദ്ദേഹത്തിനെ കണ്ട നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത് ഇതാണെന്നേ. അതെന്തായി, അതിനെ പറ്റിയിട്ടുള്ള ചർച്ച എന്തായെന്ന് ചോദിക്കുന്നത് ആരെ പറ്റിയിട്ട്? നമ്മുടെ ടി സിദ്ദീഖിനോട് വയനാടിന്റെ കാര്യമാണ് ആദ്യം ചോദിച്ചു പോകുന്നത്. സിദ്ദീഖിന് ഭ്രാന്ത് പിടിക്കായിരിക്കുമോ? അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ല, എനിക്ക് മടുത്തുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സുഹൃത്തുക്കളെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യജീവിക്ക് പോലും ഈ ഇൻഷുറൻസ് തുക കൊണ്ടുള്ള ഉപയോഗം കിട്ടാൻ പോകുന്നില്ല. ഈ TPR 10 കോടി ചെലവഴിച്ച് അത് ചർച്ച ചെയ്ത് ഇനി എപ്പോൾ ചോദിച്ചാലും ചർച്ചയായിരിക്കും. വയനാടത്തെ ആ ഒരു പറമ്പിൽ ആ ഒരു സംഗതി കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിന് ഒരു രേഖ കൊടുത്തിരിക്കുന്നു. ആ രേഖ ഇവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഇവർ എന്തിനാണ് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? വളരെ സീരിയസ് ആയിട്ടുള്ള ആ രേഖ പോലും പഞ്ചായത്ത് സമയാസമയത്ത് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവർ എന്താ കൊടുത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക, നിങ്ങൾക്ക് വല്ല രേഖയും കിട്ടിയിട്ടുണ്ടോ? പഞ്ചായത്ത് ഇങ്ങനെ കാണിച്ചു തരും, ഇതാ രേഖ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. സുഹൃത്തുക്കളെ, ബബായ്. അയ്യോ ഞാൻ മറന്നുപോയി. അത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ? ഇതാണ് വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.